മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ 2 ടൗൺഷിപ്പ് നിർമ്മിക്കും. മേപ്പാടി പഞ്ചായത്തിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുമാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് സർക്കാർ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. മേപ്പാടി പഞ്ചായത്തിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുമായാണ് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. മേപ്പാടി പഞ്ചായത്തിൽ നെടുമ്പാല ഹാരിസൺ മലയാളം എസ്റ്റേറ്റാണ് 1ാമത്തെ ടൗൺഷിപ്പിനുള്ള സ്ഥലം. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് 2ാമത്തെ ടൗൺഷിപ്പ്. വീട് നഷ്ടപ്പെട്ടവർക്ക് ഏത് സ്ഥലത്ത് പുനരധിവാസം വേണമെന്ന് തെരഞ്ഞെടുക്കാനുള്ള അവസരം സർക്കാർ നൽകും. ആ പ്രദേശം വിട്ടുപോകാൻ താൽപ്പര്യമുള്ളവർക്ക് മേപ്പാടി പഞ്ചായത്തിലെ ടൗൺഷിപ്പിൽ മുൻഗണന നൽകും. അതിവേഗ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നീക്കങ്ങളിലാണ് സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചാണ് പുനരധിവാസ പദ്ധതി തയ്യാറാക്കുന്നത്. നാളെ സ്ഥാനമൊഴിയുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ടൗൺഷിപ്പ് സ്ഥലം പരിശോധിച്ച് തുടർ നടപടിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ദീപക് ധർമ്മടം, 24, വയനാട്. ഇപ്പോഴിതാ കോടതി വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിൽ, മാറ്റി താമസിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകരുത് എന്ന് പറയുന്നു കോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമ്പിലുള്ളവരെ മാറ്റി താമസിപ്പിക്കണം. ഹോട്ടലുകൾ അടക്കം ഏറ്റെടുത്ത് സൗകര്യം ഒരുക്കാം എന്നുള്ള നിർദ്ദേശവും കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആശുപത്രി ബില്ലുകൾ സർക്കാർ തന്നെ നേരിട്ട് കൊടുത്തു തീർക്കണം എന്നുള്ള കാര്യവും കോടതി വ്യക്തമാക്കുകയാണ്.